രാജ്യത്ത് വൈദ്യുതിയുടെ സഫിഷ്യൻസി ഉണ്ടാക്കിയെടുത്തത് ആ കരാറാണ്. ഈ തമിഴ്നാട്ടിൽ പോലും കൂടംകുളത്ത് പോലും വന്നിട്ടുള്ള ആണവ നിലയമാണ് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതക്ക് കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. അതെങ്ങനെയാണ് കേരളത്തിലെ പിണറായി വിജയന് മനസ്സിലാവുക? ജീവിതത്തിൽ ആകെയായ ഒരിക്കലായിട്ടുള്ള വിദ്യുച്ഛക്തി മന്ത്രിസ്ഥാനം കൊണ്ട് ലാവണിയിലെ 100-300 കോടി അടിച്ചു മാറ്റി കട്ടുതിന്ന പിണറായി വിജയന് എങ്ങനെയാണ് സത്യസന്ധമായ ഒരു ആണവ കരാറിന്റെ രാഷ്ട്രീയം പറഞ്ഞാൽ മനസ്സിലാവുക? നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ ഇന്നും മൻമോഹൻ സിംഗിനെ താഴെ ഇറക്കാൻ പ്രയത്നിച്ചത് ആ ആണവ കരാറിന്റെ പേരിലാണ്. ആ കരാർ അവിടെ നഷ്ടം വന്നോ രാജ്യത്തിന്? എന്തെങ്കിലും പ്രയാസമുണ്ടായ രാജ്യത്തിന്? ഇല്ല. എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രയാസമുണ്ടായി. എന്തെന്നറിയുമോ? നിങ്ങളും ഈ പറയുന്ന അണ്ണാ ഹസാരെയും ഈ പറയുന്ന കള്ള സന്യാസിയും കൂടെ ഈ രാജ്യത്തിന്റെ ഗോപുരങ്ങളിൽ നിന്ന് മതേതരത്വത്തെ താഴെ ഇറക്കുകയും നരേന്ദ്രമോദി എന്ന ഫാഷിസ്റ്റിനെ ഇന്ത്യയുടെ അധികാരത്തിൽ കൊണ്ടുവരികയും ചെയ്തു. നിങ്ങളാണ് ചെയ്തത്. ഓർക്കണം നിങ്ങൾ. എന്നിട്ടും CPM-കാരാണ് നിങ്ങളെ ഒരു ജനാധിപത്യ മുന്നണിയിൽ ചേർത്ത് നിർത്താൻ രാഹുലും ആ മുന്നണിയുടെ പ്രവർത്തകന്മാരും കാണിച്ച മര്യാദ ഉണ്ടല്ലോ. ഞാൻ അന്ന് കഴിഞ്ഞതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് പ്രസംഗിക്കുമ്പോ ഈ വൈകാരികതയുടെ പശ്ചാത്തലത്തിൽ ഞാൻ പറഞ്ഞു വന്നപ്പോ ഞാൻ പറഞ്ഞു, സ്നേഹമുള്ളവരെ, ഇത് ലാസ്റ്റ് വണ്ടിയാണ്, ലാസ്റ്റ് ബസ്സാണ്, നിങ്ങൾ ഇതിൽ കയറണം. പിന്നെ തുടങ്ങിയില്ലേ, നമ്മളാ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി. രാഹുൽ പ്രതിപക്ഷ നേതാവായില്ല. പിന്നെ തുടങ്ങിയില്ലേ സഖാക്കൾ എന്നെ ട്രോളാൻ. ലാസ്റ്റ് ബസ് പോയോ? ലാസ്റ്റ് ബസ് വന്നോ? ലാസ്റ്റ് ബസ് കഴിഞ്ഞാൽ പിന്നെയും ബസ് വരാനുണ്ടോ? ഇഞ്ചി എന്നൊക്കെ പറയുന്ന മാതിരി എന്നെ ഇങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ സഖാക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം. കളിയാക്കലൊക്കെ കളിയാക്കിക്കോ, പക്ഷെ ആ ലാസ്റ്റ് ബസ്സിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കയറിയിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ഈ അരിവാളും ചുറ്റികയൊക്കെ ആക്രിക്കടയിൽ പോയി തപ്പേണ്ടി വരുമായിരുന്നു. നിങ്ങളുടെ ചിഹ്നാവൂല. മനസ്സിലായോ? രാഹുൽ ഗാന്ധി ഈ മുന്നണിക്കകത്ത് നിങ്ങളെ കൂട്ടിയിട്ട് ഈ കേരളത്തിന് പുറത്ത് ഇവിടെ ഒന്നല്ലേ കിട്ടിയുള്ളൂ. മറ്റൊന്ന് നിങ്ങൾ BJP-ക്ക് പതിച്ചു കൊടുത്തതല്ലേ? തൃശ്ശൂര് ഒന്നല്ലേ കിട്ടിയുള്ളൂ. ഈ കേരളത്തിന് പുറത്ത് നിങ്ങൾക്ക് സീറ്റ് വാങ്ങി തരാൻ കോൺഗ്രസ് മുൻകൈ എടുത്തില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ഈ ചിഹ്നം കൊടച്ചക്കറ ഉണ്ടാവുമായിരുന്നില്ല. അറിയോ നിങ്ങൾക്ക്? ആ രാഹുലിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ രാഹുൽ ഗാന്ധി ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ മുൻനിരയിൽ നിൽക്കുമ്പോ നിങ്ങൾ ആക്ഷേപിക്കുക, പരിഹസിക്കുക. രാഹുൽ വയനാട്ടിൽ നിന്ന് ജയിച്ചത് വർഗീയ വോട്ടുകൾ കൊണ്ടാണെന്ന് നേരത്തെ ഷിബു പറഞ്ഞ പോലെ നിതീഷ് റാണ അടക്കമുള്ളവർ പറഞ്ഞ അതേ നിതീഷ് റാണ പറഞ്ഞ അതേ വാക്ക് നിങ്ങൾ പറയുക. വയനാട് തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ജയിച്ചത്, എന്റെ സ്നേഹമുള്ളവരെ, പ്രിയങ്ക ജയിക്കുമ്പോഴുള്ള ഒരു രാഷ്ട്രീയം നിങ്ങൾക്ക് മനസ്സിലായോ? രാഹുലിന് നമ്മളെന്താ വോട്ട് ചെയ്തത്? നിങ്ങൾ ഈ മണ്ഡലത്തില് എന്തിനാണ് കോൺഗ്രസിന്റെ MP-ക്ക് ആവേശപൂർവ്വം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്തത്? ഇന്ത്യ ഭരിക്കാൻ രാഹുലിനെ പറഞ്ഞേക്കാൻ അല്ലേ? ഞങ്ങൾ വയനാട്ടുകാർ വോട്ട് ചെയ്തത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി